ചോദിച്ചു കഴിഞ്ഞിട്ട് പോയി ഒരു അരമണിക്കൂറിന് ഒരിക്കൽ വെച്ച് വീണ്ടും 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 ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നാൽ ആർക്കായാലും ദേഷ്യം വരും. വഴികളുണ്ട്, വളരെ സിമ്പിളുമാണ്, പവർഫുള്ളുമാണ്. വെർസൽ തട്ടുക. ഇങ്ങനെ ഒരു ഫീലിലാണ് നിങ്ങൾ പുറത്തു വരുന്നതെങ്കിൽ തീർച്ചയായും ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ഇത് നടന്നിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. പ്രപഞ്ചത്തിനോട് എങ്ങനെ സംസാരിക്കാം? പ്രപഞ്ചത്തിനോട് എന്ത് കേട്ടാലും കിട്ടുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പ്രപഞ്ചത്തിനോട് കേട്ടാൽ ഉടനെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. എന്നാൽ ചിലർക്ക് മാത്രം എന്തു ചോദിച്ചാലും ഉടനെ നടക്കുന്നു. ഇതിൻ്റെ രഹസ്യം എന്താണ്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രപഞ്ചത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനായി എപ്പോഴും പോയി പ്രപഞ്ചത്തിനോട് കേട്ടുകൊണ്ടേയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരിക്കൽ വളരെ ആത്മാർത്ഥമായി കേട്ട് കഴിഞ്ഞാൽ പ്രപഞ്ചം അതിനുവേണ്ടി ഗൂഢാലോചന നടത്തും. എന്നാൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ അടിക്കടി അരമണിക്കൂർ ഒരു മണിക്കൂറിനൊക്കെ ഒരിക്കൽ വെച്ച് നമ്മൾ പോയി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു കാര്യം നമ്മുടെ പേരൻസിനോടായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് ഒരു കാര്യം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പോയി ഒരു അരമണിക്കൂറിന് ഒരിക്കൽ വെച്ച് വീണ്ടും 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 ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നാൽ ആർക്കായാലും ദേഷ്യം വരും, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ യൂണിവേഴ്സും. നമ്മൾ ഒരു കാര്യം വളരെ ആത്മാർത്ഥമായി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ പോയി കേട്ടിരിക്കേണ്ട ആവശ്യം ഇല്ല. യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി ചോദിച്ചാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ജോലി ചെയ്യാൻ തുടങ്ങും. എന്നാൽ ആ ആഗ്രഹത്തിന് അത്രയും തീവ്രത ഉണ്ടായിരിക്കണം. ഒന്ന്. നമ്പർ 2, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള മനസ്സുണ്ടായിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് നമുക്ക് നടത്തിത്തരും. എന്നാൽ നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ചെയ്യും, നമുക്കൊരു ക്ഷമയില്ല. ദിവസം ആവുമ്പോൾ ഒരു ഡൗട്ട്, പേടി, ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ല, പിന്നെ ഇത് നടക്കുമോ നടക്കില്ലയോ എന്നുള്ള ഡൗട്ട്. അപ്പോൾ അതിന് നമുക്കൊരു തീവ്രത ഇല്ല, ആ ആഗ്രഹത്തിന് ഒരു തീവ്രത ഇല്ലെന്നാണ് അർത്ഥം. സോ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് നടക്കാതെ പോകും. നമ്മളൊരു കാര്യം അത്രയും തീവ്രതയോടെ, അർപ്പണബോധത്തോടെ, ഈ പൂർണ്ണ വിശ്വാസത്തോടെ യൂണിവേഴ്സിനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് യൂണിവേഴ്സ് നടത്തി തരും. അതിന് നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും യൂണിവേഴ്സിനെ കൂട്ടുപിടിക്കണം. നമ്മൾ എപ്പോഴും ഈ യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ യൂണിവേഴ്സുമായി കണക്റ്റ് ആവണം നമ്മൾ. അതിന് ചില വഴികളുണ്ട്, വളരെ സിമ്പിളുമാണ്, പവർഫുള്ളുമാണ്. അപ്പോൾ ആ വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളൊരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു 5 പ്രാവശ്യമെങ്കിലും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് പുറത്തേക്ക് വിടുക. ആദ്യം നിങ്ങൾക്ക് ഒരാഗ്രഹം, ഫ്യൂച്ചറിൽ എങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എന്നാൽ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സ് തുറന്ന്, മനസ്സ് വിട്ട് നിങ്ങൾ ഈ യൂണിവേഴ്സിനോട് പറയുക. ഈ യൂണിവേഴ്സിൽ സമർപ്പിക്കുക. എല്ലാ യൂണിവേഴ്സിൽ തട്ടുക. അപ്പോൾ ഒരു ഡൗട്ട് വരും, അയ്യോ ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ യൂണിവേഴ്സിനോട് നെഗറ്റീവ് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഒന്നുമില്ല. യൂണിവേഴ്സിന് അറിയാം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയുകയാണെന്ന് യൂണിവേഴ്സിന് അറിയാം. സോ അതിലൊരു പേടിയും വരേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതെല്ലാം ഓപ്പണായിട്ട് തട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താവുമെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. നിങ്ങളുടെ ഭാരമല്ല നിങ്ങൾ തട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ആ തോട്ട്സ് എല്ലാം വന്ന് നിങ്ങൾ ഇനി ഫ്യൂച്ചറിലുള്ള കാര്യം പറയുമ്പോൾ നിങ്ങളെ വന്ന് പുഷ് ചെയ്യില്ല. സോ ആദ്യം ഇങ്ങനെ പറയുക. നിങ്ങളുടെ എന്ത് കാര്യത്തിനാണെങ്കിലും ഫസ്റ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് പറഞ്ഞ് നിങ്ങളുടെ മൈൻഡിനെ ഫ്രീ ആക്കുക. എന്നിട്ട് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യം എങ്ങനെ ഇരിക്കണമോ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കേൾക്കുക. മനസ്സ് തുറന്ന് ഫീൽ ചെയ്ത് എന്താണോ വേണ്ടത്, എനിക്കിത് വേണം, എനിക്കിത് തരണം, എനിക്കിത് വേണം, കിട്ടിയേ പറ്റൂ എന്ന് നിങ്ങൾ കേൾക്കുക. അതിലൊരു ക്ലാരിറ്റി വേണം. വെറുതെ പോയി എനിക്കിത് വേണം അങ്ങനെ കേൾക്കുന്നത്, എനിക്ക് ഇന്ന കാര്യം ഇതുപോലെ വേണം എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ഫീൽ ചെയ്ത് കേൾക്കുക. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ നടക്കുമോ, അങ്ങനെ ഇതിങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആൾറെഡി ചിലപ്പോൾ മൈൻഡിൽ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതും നമ്മുടെ ജോലിയല്ല. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറയുക, കേൾക്കുക. ശേഷം നിങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത്, അതിപ്പോൾ ഒരു വീടാണെങ്കിൽ ഇന്ന വീട് എനിക്ക് കിട്ടുകയും ഞാൻ അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നതായി പ്രസൻറ്റിൽ ഫീൽ ചെയ്ത് പറയുക. എന്നിട്ട് എനിക്ക് ഇന്ന വീട്, ഞാൻ ആഗ്രഹിച്ച വീട് തന്നതിന് നന്ദി എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇതുപോലെ എന്ത് കാര്യമാണോ ചോദിച്ചത് അത് കിട്ടിയതായി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒരു ഫ്രീ ആയതുപോലെ, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. നിങ്ങൾ വളരെ അർപ്പണബോധത്തോടെയും സത്യസന്ധമായും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫീലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനൊരു ഫീലിലാണ് നിങ്ങൾ പുറത്തു വരുന്നതെങ്കിൽ തീർച്ചയായും
ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ഇത് നടന്നിരിക്കും, യൂണിവേഴ്സ് തന്നിരിക്കും. അതിനുള്ള സിറ്റുവേഷനിൽ ഈ യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കും. ഇത് പലർക്കും വർക്കാവാത്തതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഇവർ ചോദിക്കാൻ പോകുമ്പോഴേ മനസ്സിലൊരു ഡൗട്ടും, ഇതെനിക്ക് നടക്കുമോ, ഇതെല്ലാം സാധ്യമാണോ എന്ന് രണ്ട് മനസ്സോടെ നിങ്ങൾ കേൾക്കാൻ പോയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല. എപ്പോൾ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല, എനിക്കിത് പറ്റില്ല, ഇനി എല്ലാം നടത്തി തരേണ്ടത് നീയാണ് എന്ന് ഈ യൂണിവേഴ്സൽ ശരണം പ്രാപിക്കുന്നുവോ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നടക്കും. എനിക്കിത് പറ്റില്ലെന്നുള്ള ഉണർവ് വരുമ്പോഴേ എനിക്ക് സംശയം മാറും. കാരണം ഇനിയെല്ലാം നടത്തേണ്ടത്, ഞാനെന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചാലല്ലേ അവിടെ ഒരു സംശയം വരും. എനിക്കൊന്നും നടത്താൻ പറ്റില്ല എന്ന് പൂർണ്ണ വിശ്വാസം വരുമ്പോൾ ഈ യൂണിവേഴ്സിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ അവിടെ സംശയത്തിന് സ്ഥാനമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, എനിക്കിനി ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യുക. ഞാനെന്ന ഭാവവും അഹങ്കാരവും അവിടെ അവസാനിപ്പിക്കും. പിന്നെ ഒന്ന്, ഇനി എല്ലാം നടത്തി തരേണ്ടത് നീയാണ് എന്ന് ഈ യൂണിവേഴ്സിൽ പൂർണ്ണ വിശ്വാസത്തോടെ അത് സമർപ്പിക്കുക. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനെന്ന ഭാവം തൂക്കി കളയുമ്പോഴേ സംശയം മാറും. ആ സംശയം മാറുമ്പോഴേ പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് കേൾക്കാനും സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല ഒരു എഫേർട്ടും കൂടാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ യൂണിവേഴ്സിനോട് കണക്റ്റ് ആവണം. നമ്മളെപ്പോഴും ഈ യൂണിവേഴ്സിനോട് കണക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ യാതൊരുവിധ എഫേർട്ടും ഇടാതെ തന്നെ നമ്മളിങ്ങനെ മനസ്സിലൊന്ന് എനിക്കിത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുമ്പോഴേ ഈ യൂണിവേഴ്സ് അത് നടത്തി തരാൻ തുടങ്ങും. എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കൂടുതൽ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ എനിക്ക് ഡ്രസ്സിനോടാണ് പാഷൻ. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ചിലരൊക്കെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ഈ പാറ്റേണിൽ ഈ മോഡൽ ഡ്രസ്സ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഞാൻ ചിന്തിച്ച് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ അതേ പാറ്റേണിലുള്ള ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ അപ്പോൾ ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതേ പാറ്റേൺ വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചു, അതുകൊണ്ട് എനിക്ക് കിട്ടിയല്ലോ എന്ന് ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കൂടുതൽ കണക്റ്റായി യൂണിവേഴ്സിനോട് ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന, വെറുതെ ഒന്ന് ആഗ്രഹിച്ചാൽ മതി, അതെല്ലാം നടത്തി തരാൻ തുടങ്ങും യൂണിവേഴ്സ്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എല്ലാറ്റിനും ഈ യൂണിവേഴ്സിനെ കൂട്ടുപിടിക്കണം. ഈ യൂണിവേഴ്സിനെ ഒരു ഫ്രണ്ടിനെ പോലെ നമ്മൾ കാണാൻ തുടങ്ങും. നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടാൽ എന്ത് പറയും, ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി സംസാരിക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും, നമ്മൾ പറയും അല്ലേ. അതുപോലെ ഈ യൂണിവേഴ്സിനെ നമ്മൾ കാണാൻ തുടങ്ങണം. നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഈ ജനലൊക്കെ തുറന്ന് ഈ യൂണിവേഴ്സിനുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. അതായത് യൂണിവേഴ്സിനെ നോക്കുക, യൂണിവേഴ്സിനോട് നമുക്ക് സംസാരിക്കാം, നമ്മുടെ കാര്യങ്ങൾക്ക് നന്ദി പറയാം. രാവിലെ നമ്മൾ ഇന്ന് ഈ ഒരു പ്രഭാതം കാണാൻ കഴിഞ്ഞു, അത്രയും ആരോഗ്യമായിട്ട് നമ്മൾ നിൽക്കുന്നു, നമുക്ക് വേണ്ടതെല്ലാം നീ തരുന്നു, ഇതിനെല്ലാം നമുക്ക് നന്ദി പറയാം. ഇതെല്ലാം യൂണിവേഴ്സിനോട് കണക്റ്റ് ആവുന്നതാണ്. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും ഒരു നല്ല ഫുഡ് കിട്ടി, അത് തന്നത് നീയാണ്, നിനക്ക് നന്ദി എന്ന് പറഞ്ഞിങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് യൂണിവേഴ്സിനെ കൂട്ടുപിടിച്ച് കണക്റ്റ് ആവാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ശക്തിയെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഗ്രഹിക്കാൻ കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതെല്ലാം നടക്കാൻ തുടങ്ങുകയും നമ്മുടെ ജീവിതം ഒരു മായാജാലമായിട്ട് മാറാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഉണർവിനെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഒരു അറിയാത്ത കാര്യം ചെയ്യുമായിരിക്കും, നമുക്കത്ര അതിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്കിത് അറിയാത്ത ജോലിയാണ്, നീ വരണം, വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ കൈകളിലൂടെ നീ പ്രവർത്തിക്കണം, എൻ്റെ ബുദ്ധിയിലൂടെ നീ പ്രവർത്തിക്കണം, അതിനുള്ള ഗൈഡൻസ് നീ എനിക്ക് തരണമെന്ന് നിങ്ങൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കൂ. അതിലെന്ത് തടസ്സം വന്നാലും ആ തടസ്സം മാറ്റാനുള്ള വഴികളിലൊക്കെ നമ്മളെ ഈ യൂണിവേഴ്സ് കൊണ്ടെത്തിക്കും. നമുക്കുള്ള ഗൈഡൻസ് നമുക്കിതിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഡ്രീംസിലൂടെ ആയാലും ധ്യാനത്തിലൂടെ ആയാലും, ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ, നമ്മൾ അത്രയും കണക്റ്റായിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ കൂടെ ഒരു അശരീരി പോലെ എന്തോ ആരോ വന്ന് പറയുന്നത് പോലെയൊക്കെ നമുക്ക് ഫീലാവും. നമ്മൾ ചിലപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് പറ്റും, നമുക്കപ്പോൾ തോന്നുന്നത് ഇത് നമ്മുടെ തോട്ട്സ് ആയിരിക്കുമോ? അല്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ എന്താണോ നമുക്ക് ഗൈഡൻസ് വേണ്ട കാര്യം, അതിനെപ്പറ്റി നമ്മൾ ഒന്നും ചിന്തിക്കാതെ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും നമ്മൾ അപ്പോൾ ചെയ്തു അതിൽ മുഴുകിയിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു അശരീരി പോലെ ആ ഒരു ആൻസർ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ കുറേ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള ആൻസർ വേണമെങ്കിൽ നിങ്ങളിങ്ങനെ യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്കിത് അറിയാൻ പാടില്ല, ഇതിൻ്റെ ആൻസർ താ എന്ന് നിങ്ങൾ ഈ യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് തരണമെന്ന് കേൾക്കുക. കേട്ടിട്ട് അതിനെ അങ്ങനെ വിടുക.
വിട്ടിട്ട് നിങ്ങളുടെ ജോലി സാധാ ചെയ്യും പോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനെ പറ്റി നിങ്ങൾ മറന്നു കഴിഞ്ഞു. എന്നാൽ അപ്പോൾ വന്ന് അതിൻ്റെ ആൻസർ ഒരു അശരീരി പോലെ നമുക്ക് കിട്ടും. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിൻ്റെ ആൻസർ, നീ അങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ശരിയാവും. അങ്ങനെ ഒരു അശരീരി നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ അതിന് ചെയ്യേണ്ടത് എപ്പോഴും ഒരു കണക്ഷനിലിരിക്കുക. പോസിറ്റീവ് അഫർമേഷൻസ് പറയുമ്പോൾ നമ്മുടെ വൈബ്രേഷൻസ് ഇങ്ങനെ ഉയരും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ ജീവിതം മായാജാലമായിട്ട് മാറും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.